അട്ടപ്പാടിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. അട്ടപ്പാടി പുളിയപ്പതി സ്വദേശി കവിതയുടെ 9 മാസമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, എന്താണ് ആശുപത്രി ഡോക്ടർമാർ ഇതിനെപ്പറ്റി പറയുന്നത്? അറിയാൻ കഴിയുന്നത് എന്താണ് നിഖിൽ? ഹാഷ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം അട്ടപ്പാടിയിൽ നിന്ന് ശിശുമരണത്തിന്റെ വാർത്തകൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിലെ പരിമിതികളെ കുറിച്ചൊക്കെ അറിയാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അട്ടപ്പാടി പുളിയപ്പതിയിൽ കവിതയുടെ 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞു മരിച്ചത്. കവിത നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അവർക്ക് വിദഗ്ധ ചികിത്സ അനിവാര്യമായി വന്നതിനാൽ അവരെ തൃശൂരിലേക്ക് മാറ്റുകയായിരുന്നു. തമിഴ്നാട് മേട്ടുപ്പാളയത്ത് നിന്ന് പ്രസവത്തിന് വേണ്ടി 10 ദിവസം മുൻപാണ് കവിത അട്ടപ്പാടിയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അവരെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നത് മേട്ടുപ്പാളയത്തേക്കാണ്. കവിത അട്ടപ്പാടി സ്വദേശിനി തന്നെയാണ്. എന്തായാലും ഈ കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ കുഞ്ഞുങ്ങൾ ഈ അട്ടപ്പാടിയിൽ മരിക്കുന്നത് അവരുടെ ഭാരക്കുറവ് കൊണ്ട് തന്നെയാണ്. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് ഈ ഗർഭസ്ഥാവസ്ഥയിൽ അവർക്ക് നൽകുന്ന വിവിധ ചികിത്സകളുടെ പോരായ്മയും ഈ പോഷകാഹാരങ്ങളുടെ കുറവുമൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് വിദഗ്ധ പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പാക്കേജുകളും മറ്റും പ്രഖ്യാപിക്കപ്പെടാറുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ശിശുമരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അട്ടപ്പാടിയിൽ നിന്ന്. എന്തായാലും കവിത ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിൽ തുടരുകയുമാണ്. ഹാഷ്മി. യെസ്, നിഖിൽ പ്രമേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.